ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയുള്ളൊരു ചുരിദാറിൻ്റെ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ബ്ലാക്കിൽ ഗ്രീൻ ഡിസൈൻസ് വരുന്നതായ നല്ല ഭംഗിയുള്ളൊരു സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമ്മളുടെ മാർക്കിങ്സൊക്കെ ആദ്യം തന്നെ നമ്മൾ ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത്. പിന്നീട് ലൈനിങ് പീസ് നമ്മുടെ മെയിൻ പീസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് കട്ട് ചെയ്യാമെന്ന് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഡെയിലി യൂസിനുള്ള ഡ്രസ്സസ് എങ്കിലും നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്ക് ഒത്തിരി എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് പറ്റുമേ. അപ്പം നമ്മൾ ലൈനിങ്ങിൽ ആദ്യം തന്നെ മാർക്കിങ്സൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലൈനിങ് കോട്ടൺ ലൈനിങ് ആണ്. നമ്മുടെ ടോപ്പിൻ്റെ മെറ്റീരിയൽ സിൽക്കി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ആദ്യം തന്നെ കോട്ടൺ ലൈനിങ്ങിൽ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൽ നല്ല ഭംഗിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ ഇത് വെച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിനൊരു ചെറിയൊരു ക്യാൻവാസിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിലുള്ള നെക്കാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് ആണെങ്കിലും എൽബോ സ്ലീവിനെക്കാട്ടും കുറച്ചും കൂടി ലെങ്ത് ഉണ്ട്, ഫുൾ സ്ലീവും അല്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള. നല്ല ഭംഗിയിൽ നമ്മൾ തുന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കണ്ടൻസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ കണ്ടൻസ് കാണാൻ ആഗ്രഹമുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വെക്കേഷൻ കഴിയാറായി. ഇനി ഏകദേശം 20 ഡേയ്സിലോ സ്കൂൾസൊക്കെ റീഓപ്പൺ ആവാനായിട്ട്. അപ്പോൾ ഈ വെക്കേഷനിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയ സ്കിൽസ് പഠിച്ചോ, അത് നിങ്ങൾക്ക് നല്ലപോലെ യൂസ്ഫുള്ളുള്ള സ്കില്ലാണോ എന്നൊക്കെ അനലൈസ് ചെയ്യുക. വെക്കേഷൻ ടൈം 2 months എന്നുള്ളത് നമുക്ക് വെറുതെ വേസ്റ്റ് ആക്കാനുള്ളൊരു ടൈമല്ല. നമ്മളെ തന്നെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാൻ പറ്റിയൊരു ടൈമാണ്. നമുക്ക് സ്കൂളിലത്തെ കാര്യങ്ങൾ, പഠിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനത്തെ സ്ട്രെസ്സൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹോബിക്കായിട്ടോ സ്കിൽസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന പാരൻസ് ഉണ്ടെങ്കിലും കുട്ടികളെ നല്ല നല്ല സ്കിൽസ്, അവർക്ക് ഇഷ്ടമുള്ള സ്കിൽസ് പഠിപ്പിക്കാനായിട്ടും അതിൽ അവരെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യാനായിട്ടും നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബാക്ക് നെക്ക് പ്ലെയിൻ ആയിട്ടുള്ള റൗണ്ട് നെക്കാണ്. അത് ലൈനിങ്ങിൽ തന്നെ അടിച്ച് മറിച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഫ്രണ്ടിലേക്ക് ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. അത് ക്യാൻവാസ് യൂസ് ചെയ്ത് അടിച്ചിട്ട് മറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ടൈമും നല്ല ഭംഗിയിൽ യൂസ് ചെയ്തെടുക്കുക. എൻ്റെ സ്റ്റിച്ചിങ് ജേർണി എന്ന് പറയുന്നത് ഞാനൊരു 8th സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ ഹെമ്മിങ് ചെയ്യുക, ഹുക്ക് വയ്ക്കുക, അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങിയതാണ്. അവിടുന്ന് ചെറിയ രീതിയിൽ 10th സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ചെറിയ രീതിയിൽ മെഷീനിലൊക്കെ ഇരിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പഠിച്ച പഠിപ്പുകളാണ്. അതിപ്പോഴും എനിക്ക് ചെറിയൊരു ഇൻകമായിട്ടും എനിക്ക് വേണ്ടതായ ഡിസൈൻസും മോഡൽസും ഒക്കെ എനിക്ക് തന്നെ നല്ല അടിപൊളിയായിട്ട് ട്രൈ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ നല്ല അടിപൊളി സ്കിൽസുകൾ പ്രാക്ടീസ് ചെയ്യുക. അത് ഭാവിയിൽ എന്തായാലും ഒരു യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് മാറും. ഫൈനലി നമ്മുടെ ചുരിദാറിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തി കൊടുക്കുകയാണ്. സൈഡ് ഫുള്ളും ജോയിൻ ചെയ്യുന്നതും ബാക്കിൽ ഡോട്ട് പിടിക്കാനായിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ സ്ലിറ്റും കൂടിയാണ് അടിക്കാനുള്ളത്. അപ്പോൾ സ്ലിറ്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെറിയ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കിൽസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
ഫൈനലി നമ്മുടെ ടോപ്പ് നല്ല ഭംഗിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണെങ്കിലും നല്ല പെർഫെക്ഷനിലും നല്ല ഭംഗിയിൽ നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫൈനലായിട്ടുള്ള ടോപ്പ് കാണാം. ടോപ്പിൻ്റെ ചെറിയൊരു ജോയിനിങ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഡിസൈൻ കറക്റ്റായിട്ട് ലെങ്ത് വൈസ് നമുക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ ജോയിനിങ് ഒന്നും തന്നെ പുറമെ കാണാത്തതി നല്ല ഭംഗിയിലാണ് തയ്ച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലൈനിങ് പീസ് ആണെങ്കിലും എപ്പോൾ ലൈനിങ് വെക്കുമെങ്കിലും ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് കുറച്ച് വേണം വെക്കാനായിട്ട്. അപ്പോൾ ആ ലൈനിങ് പീസ് താഴേക്ക് വന്നിട്ട് കാണാൻ ഭംഗിയില്ലാത്തതി ആവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നല്ല ഭംഗിയിൽ നമ്മൾ ഇന്നത്തെ ടോപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടിപൊളി ഐറ്റായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.